ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് പോകുന്നത് വരെ ഐശ്വര്യ എന്ന് പറയുന്നത് നിനക്ക് അലർജി ആയിരുന്നു. അവിടെ പേര് കേട്ടാൽ തന്നെ നീ കലിതുള്ളുമായിരുന്നു. ആശുപത്രിയിൽ നിന്ന് വന്ന ഉടൻ തന്നെ നീ പ്ലാൻ ചെയ്യുന്നത് അവളെ മരുമകളായി അംഗീകരിക്കാൻ ഒരു ചടങ്ങ് നടത്തുന്നു എന്നുള്ളതാണ്. നീ ജോലി ചെയ്ത് കിട്ടുന്ന നക്കാപ്പിച്ച കൊണ്ട് ഇവിടുത്തെ ചെലവ് നടത്തേണ്ട ആവശ്യമില്ലല്ലോ. മഹേ, എന്നെ അല്പം മുമ്പ് വിളിച്ചത് മന്ത്രിയാ. അതായത് നമ്മുടെ ഹോം മിനിസ്റ്റർ, നിന്റെ ഭാവി അമ്മായി അച്ഛൻ. നമ്മുടെ ആഭ്യന്തരമന്ത്രി സകുടുംബം ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്നുവെച്ചാൽ ആ കൂട്ടത്തിൽ നിന്റെ ദക്ഷയും വരുന്നുണ്ടെന്നർത്ഥം. നീ ഫുൾ ടൈം അവരോടൊപ്പം തന്നെ ഉണ്ടാവണം. മന്ത്രിക്കും ദക്ഷയ്ക്കും ഒരു കാര്യത്തിലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. അത് നിന്റെ ചുമതലയാ, നിന്റെ മാത്രം ചുമതല. മരുമകള് രമാദേവി അംഗീകരിക്കാത്ത രമാദേവിയുടെ മരുമകൾ. എന്താണോ ഉദ്ദേശം? ഹലോ ഐശ്വര്യലക്ഷ്മി, എന്താണ് രമാനിലയത്തിലെ വാർത്ത? എനിക്കൊരു ഹെൽപ്പ് വേണം നരിയേട്ടാ. എന്ത് ഹെൽപ്പ്? ആദ്യമേ ഞാൻ പറഞ്ഞ കാര്യം ചെയ്. എവിടാ മണിമാല? മണിമാല കൊട്ടാരം ക്ഷേത്രത്തിൽ തന്നെ ഉണ്ടാവും. അതെടുക്കാൻ എനിക്ക് നരിയേട്ടന്റെ ഒരു ഹെൽപ്പ് വേണമായിരുന്നു. ഓ, അപ്പൊ അതാണ് കാര്യം. നാഗബന്ധന പൂട്ട് തുറക്കണം. അതിനുള്ള മന്ത്രവും താഴുവൊന്നും എന്റെ കയ്യിലില്ലല്ലോ ഐശ്വര്യലക്ഷ്മി. ഞാൻ പെട്ടുപോയല്ലോ നരിയേട്ടാ. ആ മാല കണ്ടെത്തി കൊടുത്തില്ലെങ്കിൽ ആ രമാദേവി എന്നെ ഉറപ്പായിട്ടും ഈ വീട്ടിൽ നിന്ന് പടിയിറക്കും. രമാദേവി അങ്ങനെ പറഞ്ഞോ? ഓ, അപ്പൊ ഒരു മുഴം മുന്നേ ആണല്ലോ ഏറ്. ഇനി നിന്റെ മുന്നില് ഒരു വഴിയേ ഉള്ളൂ. നാഗബന്ധന പൂട്ട് തുറക്കാനുള്ള മന്ത്രങ്ങളും താഴും കല്യാണിയിൽ നിന്ന് നേടിയെടുക്കുക. അല്ലെങ്കിലേ രമാദേവി നിന്റെ ജീവിതം കീറിയെറിയും. രമാദേവി ഒന്ന് തീരുമാനിച്ച പിന്നെ അണുവിടെ പുറകിലേക്ക് പോയില്ല. നീ ഫോൺ വെച്ചേ. രമാദേവി എന്നെ ഒളിച്ചുള്ള ആസൂത്രണമാണല്ലോ. ഓടുന്ന പട്ടിക്കാണ് ഒരു മുഴം മുൻപേ എറിയേണ്ടത്. നരിക്കത് പോരാ, അത് വന്യമൃഗമാ, വേട്ടമൃഗം. എന്തായി? തേടി ഇറങ്ങിയിട്ട് എന്ത് കിട്ടി പറയ്. നന്നായി. അപ്പൊ അരമുറുക്കി ആയുധം തേർച്ച കൂട്ടി ഒടുവിൽ ഒറ്റയ്ക്ക് വേട്ടക്കിറങ്ങിയല്ലേ? പകയുടെ പാമ്പുകൾ ഇഴഞ്ഞ് പണമെടുത്ത കാടുകളിൽ മിന്നൽ വേഗമുള്ള കരിമ്പൂലികളുള്ള കാട്ടിൽ വേട്ടമൃഗമായ നരിയില്ലാതെ വേട്ടക്കിറങ്ങിയ എന്ത് സംഭവിക്കുമെന്ന് രമാദേവി അറിയണം. എല്ലും കഷ്ണം പോലും കിട്ടാതെ രമാദേവി കാടിന്റെ കയങ്ങളിൽ മറയും. ഇത് കാട്ടുകനി തേടിയുള്ള യാത്രയല്ല, മണിമാല തേടിയുള്ള യാത്രയാ. ഫംഗ്ഷൻ നടത്തുന്ന തീയതി ഞാൻ നിങ്ങളെ അറിയിക്കും. അന്ന് നിങ്ങൾ എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞാലോ എന്ന് കരുതിയാണ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് തരുന്നത്.
ഫംഗ്ഷന് നിങ്ങൾ തീർച്ചയായിട്ടും വരണം. ഉം? ആ ശരി. രമേ, ഉം. നീ എന്തൊക്കെയായി ചെയ്തു കൂട്ടുന്നേ? എന്റെ മകന്റെയും മരുമകളുടെയും ആവശ്യപ്രകാരം ഈ വീട്ടിൽ വെച്ച് ഒരു ഫംഗ്ഷൻ ഞാൻ പ്ലാൻ ചെയ്യുന്നു. അത് തെറ്റാണോ? അതില് തെറ്റൊന്നുമില്ല. പക്ഷേ എല്ലാത്തിലും ഒരു സമയവും സന്ദർഭവും ഒക്കെ നോക്കണം. ആരോടും ഒന്നും ചോദിക്കാതെ എല്ലാം ഒറ്റയ്ക്ക് തീരുമാനിച്ച ഇതിന്റെ വരുംവരായികൾ എന്തായിരിക്കുമെന്ന് ചിന്തിക്കാനുള്ള സമയം കിട്ടൂ. ഇതിൽ ഇത്രയ്ക്ക് ചിന്തിക്കാൻ എന്തിരിക്കുന്നു? ഇപ്പൊ നീ ചെയ്യുന്നത് കുട്ടിക്കളിയല്ല. ഇതിനു മുമ്പ് ചെയ്യുമ്പോ നിന്നെ ചോദ്യം ചെയ്യാനോ തിരുത്താനോ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പൊ നീ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇൻവോൾവ് ചെയ്യിക്കുന്നത് ഈ സ്റ്റേറ്റിലെ ഹോം മിനിസ്റ്ററേയും കൂടിയാ. അത് ഓർമ്മ വേണം. അതിന് ഇവിടെ ക്രിമിനൽ സ്വഭാവമുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്തിനാ മിനിസ്റ്ററെ ഭയക്കുന്നത്? അദ്ദേഹം കൂടി എല്ലാ കാര്യത്തിലും നമ്മളോടൊപ്പം സഹകരിക്കുന്നതിൽ അഭിമാനിക്കുകയല്ലേ വേണ്ടത്? നീ ചെയ്യുന്നതിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടലുകൾ ഉണ്ടെന്ന് എനിക്കറിയാം. കണക്ക് കൂട്ടലുകൾ എവിടെയെങ്കിലും പിഴച്ചാൽ അഭിമാനം എന്നത് അപമാനമായി മാറാൻ അധിക സമയം എടുക്കില്ല. ഒരു മംഗളകർമ്മം ഈ വീട്ടിൽ പ്ലാൻ ചെയ്യുമ്പോ ഇത്രയധികം കടന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ടോ? ഇവിടെ നിന്ന് ആശുപത്രിയിലേക്ക് പോകുന്നത് വരെ ഐശ്വര്യ എന്ന് പറയുന്നത് നിനക്ക് അലർജിയായിരുന്നു. അവിടെ പേര് കേട്ടാൽ തന്നെ നീ കലിതുള്ളുമായിരുന്നു. ആശുപത്രിയിൽ നിന്ന് വന്ന ഉടൻ തന്നെ നീ പ്ലാൻ ചെയ്യുന്നത് അവളെ മരുമകളായി അംഗീകരിക്കാൻ ഒരു ചടങ്ങ് നടത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു മനമാറ്റം ഉണ്ടാകാനുള്ള ഒരു കാരണവും ഞാൻ കാണുന്നില്ല. ഐശ്വര്യം മരുമകളായിട്ട് അംഗീകരിക്കുന്നത് തെറ്റാണ് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എന്തുദ്ദേശത്തോടു കൂടിയാണ് നീ ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊരു സതുദ്ദേശം അല്ലെങ്കിൽ തിരിച്ചടിക്കാൻ നല്ല സാധ്യതയുള്ളതാണ്. അത് ഓർമ്മ വേണം. ഇപ്പൊ തന്നെ ആരോ നിന്നെ കൊല്ലാൻ ശ്രമിച്ചു. നിന്റെ ഉള്ളിൽ വിഷം കലർന്നു. ആശുപത്രിയിൽ നീ മരണവുമായിട്ട് മല്ലിട്ടു. ദൈവാധീനം കൊണ്ട് നീ രക്ഷപ്പെട്ട് പുറത്തു വന്നു. അതിന്റെ വിഷമതകൾ മാറും മുമ്പേ അടുത്തൊരു ചടങ്ങ്, അതും ആഭ്യന്തരമന്ത്രി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വളരെ ആർഭാടമായ ഒരു ചടങ്ങ്. അത് കൈവിട്ട കളിയാകാതെ നീ നോക്കണം. ഐശ്വര്യയും നീയും ഒത്തുപോകുമെന്ന് ഒന്നുകൂടി ഗൗരവത്തിലൊന്ന് ചിന്തിക്കണം. നിങ്ങൾ തമ്മിൽ ഒത്തുപോകാൻ സാധ്യത കുറവാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ നിനക്ക് മുന്നറിയിപ്പ് തരുന്നത്. മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു ചടങ്ങ് നടക്കുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അത് അദ്ദേഹത്തെയും ബാധിക്കും, നമ്മളെയും ബാധിക്കും.